ആക്ച്വലി താരൻ എങ്ങനെ നമുക്കൊന്ന് വൺസ് ആൻഡ് ഫോർ ഓൾ എടുത്തു കളയാൻ പറ്റും? ഫസ്റ്റ് എന്ന് പറയുന്നത് താരനാണോ എന്നുള്ളത് ഡയഗ്നോസിസ് നമ്മൾ എത്തരുത്, ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുക. ഡാൻഡ്രഫ് ആണെങ്കിൽ ഡോക്ടർ തരുന്നതെന്ന് വെച്ചാൽ ആൻറ്റി ഫംഗൽ ഒരു ഷാമ്പു കൊടുക്കും. ഓക്കെ, അത് ഈ പറഞ്ഞ പോലെ ഓൾട്ടർനേറ്റ് ഡേ ആയിട്ടോ വീക്ക്ലി ട്വൈസോ ആയിട്ട് ഡോക്ടർ അത് യൂസ് ചെയ്യാൻ കൊടുക്കും. പക്ഷെ എന്താ നമ്മുടെ ആൾക്കാരുടെ പ്രശ്നം എന്നറിയാവോ, ഇത് ഇവർ സ്റ്റോപ്പ് ചെയ്യില്ല, യൂസ് ചെയ്തുകൊണ്ടിരിക്കും, വിച്ച് ലീഡ് ടു ഹെയർ ഫോൾ. അപ്പോൾ ബേസിക്കലി ഒരു ഫംഗൽ ഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ അത് ഓറലിയും ട്രീറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ടോപ്പിക്കലായിട്ടുള്ള ആൻറ്റി ഫംഗൽ റേഞ്ച് ഓഫ് പ്രോഡക്ട്സ് വെച്ചിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് മിനിമൈസ് ചെയ്യാറുണ്ട്. ക്ലിനിക്കിലാണെങ്കിൽ ആൻറ്റി ഫംഗൽ അല്ലെങ്കിൽ ഡാൻഡ്രഫ് ആണെങ്കിൽ ആൻറ്റി ഡാൻഡ്രഫ് ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് മെയിൻലി വരുന്ന എക്സ്ഫോളിയേഷൻ ആണ്. അത് പ്യുവർലി ഒരു ഡെർമറ്റോളജിസ്റ്റ് പറഞ്ഞ പോലെ ഡാൻഡ്രഫ് ആണെന്ന് ഡയഗ്നോസിസ് ചെയ്യണം. ഡാൻഡ്രഫ് അല്ലാതെ വേറെ എന്തൊക്കെ ടൈപ്പ് ഉണ്ട് സാധനങ്ങൾ? സോറിയാസിസ് ഉണ്ട്, അത് ഏകദേശം ഇതുപോലെ തന്നെയാണ് വരുന്നത്. സ്കെയിലി പോലത്തെ ആ ഒരു ഫ്ലേക്സ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ എപ്പോഴും ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബോർഡ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ഫസ്റ്റ് ഡയഗ്നോസിസ് എത്തുക. കാരണം ഇതൊന്നും നമ്മൾ റഫായിട്ട് നമുക്കായിട്ട് കണ്ടുപിടിച്ച് ഞാനത് ആ ഒരു ഇൻഫർമേഷൻ പോലും പലരിലേക്കും പാസ് ചെയ്യാറില്ല. കാരണം അവർ ഓക്കെ ഡോക്ടർ ഇത് പറഞ്ഞു, അപ്പോൾ ഇങ്ങനത്തെ സൈൻ എനിക്കുണ്ട്, അപ്പോൾ ഇതായിരിക്കും, അവരത് ഡയഗ്നോസിസിലെത്തും. ഡ്രൈ ആയിരുന്നാലും ഡാൻഡ്രഫ് ആകാം, കൂടുതൽ ഈ മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിലും ഡാൻഡ്രഫ് വരാം.